ഹലോ ഗായ്സ്, ഇന്ന് ഞാനൊരു മുട്ട ബിരിയാണിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബിരിയാണി ചെമ്പ് അടുപ്പിൽ വെച്ചിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് നമ്മളുടെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം തിളവന്നതിന് ശേഷം നമ്മളിത് ഇട്ട് കൊടുക്കുക. ഇതെങ്ങനെ സോക്ക് ചെയ്യുന്നതെന്നൊക്കെയുള്ള വീഡിയോ ഞാൻ ഇതിന് മുമ്പായിട്ട് എൻ്റെ പേജിൽ ഇട്ടിട്ടുണ്ട്. നമ്മളുടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും കാണാതെ ഉണ്ടെങ്കിൽ ജസ്റ്റ് പോയി ഒന്ന് വിസിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ കുതിർത്ത് വെച്ച് നന്നായി കഴുകിയ റൈസ് നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ വേറൊരു രീതിയിലാണ് ബിരിയാണി ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം അത് ഇട്ട് കൊടുത്തതിന് ശേഷം ചെറിയ രീതിയിലൊരു തിള വരുമ്പോഴാണ് നമ്മളുടെ നെയ്യും അതുപോലെ നമ്മുടെ മസാലക്കൂട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കറുവാപ്പട്ട, അതുപോലെ തന്നെ നമ്മളുടെ ഏലക്ക, നമ്മളുടെ എന്താ പറയുക ജാതിക്ക, അങ്ങനെയുള്ള കുറേ മസാലക്കൂട്ടുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളുടെ ബിരിയാണിക്ക് ടേസ്റ്റ് കിട്ടാനും സ്മെല്ല് കിട്ടാനും വേണ്ടിയുള്ള. അതിനകത്ത് ഞാൻ 1 സ്പൂണോളം നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്, 1/2 സ്പൂണോളം ഡാൽഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഏകദേശം അറിയാൻ പറ്റും കേട്ടോ. ആ സമയം കൊണ്ട് നമ്മളുടെ കയ്യിരിക്കുന്ന തവി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സിമ്മിൽ വെച്ച് മാത്രമേ കുക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഏകദേശം റൈസ് റെഡി ആയിട്ടുണ്ട്. 8 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റെഡി ആയിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ സോക്ക് ചെയ്തതിന് ശേഷം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ജസ്റ്റ് അതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് തവി വെച്ച് ഉപയോഗിച്ച് നമുക്ക് അത് കോരികയിലേക്ക് വെക്കാം കേട്ടോ. ഇത് നമ്മുടെ ഒരു അരിപ്പയാണ്, നമ്മൾ ബിരിയാണി റൈസൊക്കെ അരിക്കാൻ വേണ്ടി ഒരു അരിപ്പയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് കുറച്ച് വിതർത്തി ഇട്ട് കൊടുക്കുക. റൈസ് പരസ്പരം യോജിക്കാത്ത രീതിയിൽ വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ റൈസൊക്കെ ഏകദേശം വെള്ളമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം വേഗം തന്നെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഫാൻ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്പൂണിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ വിട്ട് കിടക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ആ പാനിലേക്ക് തന്നെയാണ് നമ്മൾ എഗ്ഗ് ഗ്രേവിയൊക്കെ ആക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് പച്ചമുളകും വേപ്പിലയും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ 1 പച്ചമുളകോളം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ചെറുതായിട്ടൊരു കളർ ചേഞ്ച് വന്നപ്പോഴേക്കും നമ്മുടെ കയ്യിരിക്കുന്ന 1 തണ്ട് വേപ്പില കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് ഞാൻ 2 സവാള കനം കുറച്ച് അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കുക കേട്ടോ. എൻ്റെ പാൻ നന്നായിട്ടൊന്ന് ഇഴുകി പോരുന്നുണ്ട്, കാരണം അതിന് ഗ്രിപ്പ് കിട്ടത്തില്ല. പഴയ ഗ്യാസിലാണ് ഞാൻ വെക്കുന്നത്, അതുകൊണ്ടാണ് ആ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഇഴുകി പോരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളുടെ സവാള വാടാനായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 1 സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ തവി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. മൂടി വേവിക്കണം എന്ന് നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് പാത്രമാണോ അത് ഇച്ചിരി വാടാൻ താമസമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കുക. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടുന്നതായിരിക്കും സവാള കേട്ടോ. അതുകൊണ്ടാണ് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഏകദേശം വാടിയിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് ആ ഒരു കളർ ചേഞ്ച് വന്നത്. അത് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ ഒരു 1/2 ടീസ്പൂൺ മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ എഗ്ഗ് കറിക്ക് നമുക്കൊരു സ്മെല്ല് കിട്ടണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് കുറച്ച് സ്പൈസി ആയിട്ടിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ക്രഷ് ചെയ്ത കുരുമുളകാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് ഇളക്കി ജസ്റ്റ് ഒന്ന് വാടാൻ വേണ്ടി നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുതിയ കുട്ടികൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിമ്മിൽ വെച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഏകദേശം വാടിയിട്ടുണ്ട്. ഇതിന് ശേഷമാണ് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീർ പൊടിയൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്, കളർ വേണമെന്നുണ്ടെങ്കിൽ. ഞാൻ 2 സ്പൂണോളം എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ് ഇടുന്നത്. നമ്മൾ വീട്ടിൽ തന്നെ പൊടിപ്പിച്ചതാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം ഇമ്മൂസിനും കൂടി കഴിക്കാൻ പാകത്തിനാണ് ഞാൻ ചെയ്യുന്നത്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് എരിവ് കുറച്ച് എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ വാടി കിട്ടട്ടെ. ഏകദേശം വാടിയതിന് ശേഷമാണ് നമ്മൾ മസാലകളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി ഇളക്കേണ്ട ആവശ്യകത വരുന്നില്ല. ഇത് നമ്മളൊന്ന് സൈഡിലേക്ക് ആക്കിയിട്ട് നമ്മുടെ എഗ്ഗ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ജസ്റ്റ് എഗ്ഗ് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുക്കുക എഗ്ഗ്. അപ്പോൾ ഏകദേശം അതൊരു മൊരിഞ്ഞ് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ റെസ്റ്റോറൻറ്റുകളിലും കല്യാണ പാർട്ടികളിലൊക്കെ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ എളുപ്പ വഴിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഗ്രേവി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഞാനൊരു 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന്
ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇതിനകത്തേക്ക് നമ്മൾ കട്ടപ്പാലില്ലേ, നമ്മുടെ തേങ്ങാപ്പാൽ, അതൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനൊരു 1/2 കപ്പോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഏകദേശം കറി റെഡി ആയിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മുടെ മസാല കൂട്ടുകളൊന്ന് ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണോളം നെയ്യും ഒഴിച്ചു കൊടുക്കുക. ഇത് നമ്മുടെ മസാല ബിരിയാണി റൈസുമായിട്ട് ഒന്ന് സെറ്റാവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ ചിക്കൻ ബിരിയാണിയുടെയൊക്കെ ഒരു ടേസ്റ്റ് വരും കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കിസ്മിസും അണ്ടിപ്പരിപ്പും ഒക്കെ ഒന്ന് വേവിക്കാൻ വേണ്ടി കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുക്കുന്നുണ്ട്. ഒത്തിരി കളർ ചേഞ്ച് ഒന്നും വരണ്ട കേട്ടോ, അതിനുള്ളിൽ തന്നെ എടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് അത് ഒന്ന് കളർ ചേഞ്ച് ആക്കി എടുക്കാം. ഞാൻ ഒത്തിരി മൂപ്പിക്കുന്നില്ല. കുറച്ചുകൂടി നെയ്യ് ഒഴിച്ചതിന് ശേഷം ഞാൻ എൻ്റെ സവാള ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ബിരിയാണി റൈസിന് പുറമെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ എടുത്താൽ മതി. ഞാനൊരു 1/2 സവാളയോളം കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഞാൻ മൊരിക്കുന്നില്ല, ഒരു കളർ ചേഞ്ച് ആയപ്പോൾ തന്നെ ഞാനത് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ റൈസ് നമ്മുടെ ഈ എഗ്ഗ് മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് ഇട്ട് കൊടുക്കണം. അങ്ങനെ നമ്മൾ റൈസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ നെയ്യ് ഡാൽഡയും കൂടി ഇട്ടതിന് ശേഷം നമ്മളുടെ കിസ്മിസ് അണ്ടിപ്പരിപ്പെല്ലാം മൂപ്പിച്ചതോടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഫൈനലി നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഗൈസ്. ജസ്റ്റ് ഒന്ന് മൂടി വേവിക്കുക സിമ്മിലിട്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സ്വാദിഷ്ടമായി നമുക്ക് വിളമ്പാം. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ ന്യൂ ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ട്, എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ റെസിപ്പീസൊക്കെ നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ ബൈ, ടാറ്റ, സീ യു.